12 വർക്കുകളാണ് അവിടെ ചെയ്തു തീർക്കാനുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ആർക്കും ലൈറ്റുകളൊന്നും വാങ്ങി തരാറില്ല. കൈക്കാശ് മുടക്കിയാണ് ഞങ്ങൾ ലൈറ്റ് വാങ്ങിച്ചിരുന്നത്. അതുപോലെ തന്നെ എന്റെ വാർഡില് ഒരു റോഡ് 13 വർഷം മുൻപ് അത് ചെയ്തെന്നും പറഞ്ഞ് MLA ചിറ്റയം ഗോപകുമാർ അവറുകള് അവിടെ ബോർഡ് വെച്ചിട്ട് പോയതാണ്. അപ്പം ജനങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് 25,000 രൂപ കൈക്കാശും മുടക്കി സ്വന്തം ചെലവില് നല്ലവരായ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അത് സഞ്ചാരയോഗ്യം നടന്നു പോകത്തക്ക പോലെ ആക്കി. അതുപോലെ ലൈറ്റുകളൊന്നും കത്തുന്നില്ല, വ്യക്തിഗതാനുകൂല്യങ്ങളില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ 162 വോട്ടിന്റെ ഭൂരിപക്ഷത്തോട് വാർഡിയ നാളുകൾ എന്നെ വിട്ടത് എന്നിലുള്ള വിശ്വാസം കൊണ്ടാണ്. അങ്ങനെയൊന്നും പന്തളം നഗരസഭ നന്നാകുമെന്ന് തോന്നുന്നില്ല. ഇന്നലെ പന്തളം നഗരസഭയിൽ നടന്ന സംഭവം ഇങ്ങനെയാണ്. ഞാൻ 30-ാം വാർഡിന്റെ കൗൺസിലറാണ്, രത്നമണി സുരേന്ദ്രൻ. ഇവിടെ 2020 BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണം നിലവിൽ വന്നു. 21-22 സാമ്പത്തിക വർഷം മുതലുള്ള 24-25 വർഷം വരെയുള്ള എല്ലാ പൊതുമരാമത്ത് വർക്കുകളും, അതായത് റോഡുകള് മുഴുവൻ സ്പില്ലോവറായിട്ട് കിടക്കണം. സ്പില്ലോവർ ടു സ്പില്ലോവർ ആക്കിയിട്ടേക്കണം. അതൊന്നും ചെയ്യാതെ ഇരിക്കും. ഞാൻ എന്തിനാണ് ഒരു ജനപ്രതിനിധിയായിട്ടിരിക്കുന്നത്? ഞാൻ എല്ലാ കമ്മിറ്റികളിലും പറയാറുണ്ട്, കത്ത് കൊടുത്തു. കഴിഞ്ഞ കമ്മിറ്റിയിലും ഞങ്ങൾ കത്ത് കൊടുത്തു, എന്റെ റോഡുകൾ ചെയ്യിപ്പിന് ഒരു തീരുമാനവും അവിടെ എടുത്തില്ല. ശേഷം ഞങ്ങൾ ഇന്നലെ എന്റെ സഹപ്രവർത്തകരോടും പാർട്ടിയോടും പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. എല്ലാവരും അറിയത്തക്ക രീതിയിലാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ ഈ റോഡ് ഈ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആറന്മുള ചാർജ് ഇവിടെ ചാർജ് ഉള്ള ആളാണ്. രാവിലെ ഇവിടുന്ന് പോയതാണ്. വരുമെന്ന് പറഞ്ഞ് 3:30 വരുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് നഗരസഭയിൽ നിന്ന് സ്റ്റേഷനിൽ വിളിച്ച് അവിടുന്ന് CI അടക്കമുള്ള ഉദ്യോഗസ്ഥർ വന്നു. അവര് പറഞ്ഞത് മാനിച്ച് ഞങ്ങൾ അകത്തുനിന്ന് മാറി സൂപ്രണ്ടിന്റെ മുറിയിൽ നിന്ന്, സെക്രട്ടറിയും ഇല്ലാത്ത സാഹചര്യത്തില് സൂപ്രണ്ടിന്റെ അടുത്തായിരുന്നു. അവര് പറഞ്ഞതിനെ മാനിച്ച് ഞാൻ പുറത്തേക്ക് സമരപരിപാടി മാറ്റിയിരിക്കുകയാണ്. 3:30 വരുമെന്ന് പറഞ്ഞു. അതുവരെ ഇവിടെ ഇരിക്കും. അതോടൊപ്പം എന്റെ സഹപ്രവർത്തകരും ഈ രാഷ്ട്രീയക്കാരും പോലീസും ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഒരു തീരുമാനമാകും, അതിനുശേഷമേ ഞാൻ പോകും. ഇന്ന് തീരുമാനമായില്ലെങ്കിൽ അടുത്ത ദിവസവും തീരുമാനമായി എന്റെ റോഡുകൾ മുഴുവനും എന്റെ ഫണ്ടുകൾ ലാപ്സാക്കിയതും മുഴുവനും തന്നതിന് ശേഷം മാത്രമേ ഈ സമര പരിപാടി അവസാനിപ്പിക്കുകയുള്ളൂ. നഗരസഭ കൗൺസിലർ സൂപ്രണ്ടിനെ ഉപരോധിച്ചു. വാർഡിലെ വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ഉപരോധത്തിന് കാരണം. സൂപ്രണ്ടിനെ ഉപരോധിച്ചറിഞ്ഞ് ജീവനക്കാർ പണിമുടക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ജനങ്ങൾ ദുരിതത്തിലുമായി. പന്തളം നഗരസഭയിലെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അവസാനം ഒരു ഭരണമാറ്റം വരെ എത്തി. ഭരണം മാറിയാലും ശരി, നഗരസഭ നന്നാകില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പോക്ക്. 30-ാം വാർഡിലെ വികസന പദ്ധതികൾക്ക് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു കൗൺസിലർ നഗരസഭ സൂപ്രണ്ടിനെ ഉപരോധിച്ചത്. നഗരസഭയിലെ 30-ാം വാർഡിലെ മെമ്പർ രത്നമണിയായിരുന്നു പ്ലാക്കാർഡുമായി നഗരസഭാ സൂപ്രണ്ടിന്റെ ചേംബറിൽ പ്രതിഷേധവുമായി എത്തിയത്. രാവിലെ 10:30 മണിക്കാണ് പ്രതിഷേധം ആരംഭിച്ചത്. 2021 മുതൽ തന്റെ വാർഡിൽ പൊതുമരാമത്ത് പ്രവൃത്തികൾ യാതൊന്നും നടക്കുന്നില്ലെന്നും ഫണ്ടുകളെല്ലാം തന്നെ ലാപ്സ് ആവുകയാണെന്നുമായിരുന്നു ഇവരുടെ ആരോപണം. അവരെ ഞാൻ അകത്തായിരുന്നല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. ഇല്ല, ഈ വാർഡ് മാത്രം, 30-ാം വാർഡിൽ മാത്രം ഒരു വർക്കും ചെയ്തിട്ടില്ല. എന്റെ ഒരു സഹപ്രവർത്തകന് 2 ചെറിയ വർക്കുകൾ ചെയ്തു തന്നു. അവരൊക്കെ നമ്മുടെ ദയനീയാവസ്ഥയും 13 വർഷം മുൻപാണ് ആ വാർഡില് മരാമത്ത് പണികൾ നടന്നിട്ടുള്ളത്. അന്ന് ഞാൻ നഗരസഭയുടെ അവസാന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. എനിക്കറിയാം സാറേ, ഇവിടെ ഒരു റോഡ് പോലും ഇവിടെ ഈ നഗരസഭ രൂപീകരിച്ചപ്പോഴേ അടുത്ത പഞ്ചായത്തുകളിൽ നിന്നും എവിടുന്നും ഒരു റോഡ് പോലും പുതുതായിട്ട് വന്നില്ല. പിന്നെ എന്തോ ഇവിടെ ഇത്ര താമസം? അന്ന് ഇവിടെ ഓരോ AEയും 3 ഓവർസിയറും 1 ക്ലർക്കും മാത്രമേ ഉള്ളൂ. അന്ന് കൃത്യനിഷ്ഠയായിട്ട് ജോലികൾ ചെയ്തു. ഇന്ന് എന്തുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. പ്രത്യേകിച്ച് എന്റെ വാർഡിനോട് ഞാൻ ജനങ്ങളോട് ഞാൻ മറുപടി പറയണം. ഞാൻ എന്ത് പറയണം? സാർ പറയൂ, ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? എനിക്ക് എന്റെ റോഡുകളെല്ലാം ചെയ്ത് കിട്ടണം, എന്റെ വ്യക്തിഗതാനുകൂല്യങ്ങൾ കിട്ടണം. എന്റെ ജനങ്ങളോട്, എന്നെ വിട്ടവരോട് എനിക്ക് പ്രതിബദ്ധത ഉണ്ട്. MSM വാർഡ്, MSM. എന്റെ രത്നമണി സുരേന്ദ്രൻ. കൗൺസിലർ നഗരസഭ സൂപ്രണ്ടിനെ ഉപരോധിച്ചതിനെ തുടർന്ന് ജീവനക്കാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. അവർ ജോലി നിർത്തിവെച്ചാണ് പ്രതിഷേധിച്ചത്. ഇതോടെ നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തിയ ജനങ്ങൾ ദുരിതത്തിലുമായി. പോലീസ് എത്തി കൗൺസിലറെ അനുനയിപ്പിച്ച സമരം സൂപ്രണ്ടിന്റെ ചേംബറിനുള്ളിൽ നിന്നും പുറത്തേക്ക് മാറ്റി. UDFന്റെ പാർലമെന്ററി പാർട്ടി ലീഡർ KR വിജയകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരും കൗൺസിലറുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയായിരുന്നു. നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾക്ക്
വിവേചനം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു പരക്കെ ഉണ്ടായിരുന്ന ആശയം. തുടക്കം മുതൽ തന്നെ പന്തളം നഗരസഭയിൽ വിവാദങ്ങളുടെ വലിയ ഒരു കൂമ്പാരം തന്നെയായിരുന്നു. BJPയുടെ ഭരണത്തിലായിരുന്നു കഴിഞ്ഞ 4 വർഷക്കാലം നഗരസഭ ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ഒരു നേതൃത്വ മാറ്റം ഉണ്ടായത്. എന്നാലെങ്കിലും നഗരസഭയിലെ പ്രവർത്തനം നന്നായിട്ട് മുന്നോട്ട് പോകുമെന്നായിരുന്നു ജനങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷെങ്കിൽ അങ്ങനെയൊന്നും നന്നാവുന്ന ലക്ഷണം പന്തളം നഗരസഭയിൽ കാണുന്നുമില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. അറിഞ്ഞില്ലേ, അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത. അലങ്കാർ ബുധനാഴ്ച ചന്ത. പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു. ഫ്രഷ് ഐറ്റം, ഒപ്പം വിലക്കുറവും. എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അരി, വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് 50% കൂടുതൽ വിലക്കുറവ്. അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത്. അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ. അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ്, പത്തനംതിട്ട, കോന്നി, ചങ്ങനാശ്ശേരി.